മാസപ്പടി വിവാദം കേരള രാഷ്ട്രീയത്തിൽ നിന്നും അങ്ങനെയൊന്നും ചാരം മൂടി പോകില്ല എന്ന മുന്നറിയിപ്പായിരുന്നു രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ റിപ്പോർട്ട്. മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ കമ്പനിക്കെതിരായ റിപ്പോർട്ടിനെ രാഷ്ട്രീയമായി പ്രതിരോധിച്ച് CPIM രംഗത്തെത്തിയതായിരുന്നു ഇന്നത്തെ രാഷ്ട്രീയ ചർച്ച. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും CBIയും അന്വേഷണത്തിന് വരുന്നത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ആരോപിച്ചു. എക്സാലോജിക്ക് CMRLന് എന്ത് സേവനം നൽകിയെന്ന് അന്വേഷിക്കാൻ രജിസ്ട്രാർ ഓഫ് കമ്പനീസിന് അധികാരമില്ലെന്ന് കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലനും പറഞ്ഞു. കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷവും ആവശ്യപ്പെട്ടിട്ടുണ്ട്. CMRL എക്സാലോജിക് ഇടപാടിൽ അടിമുടി ദുരൂഹത എന്ന ROC റിപ്പോർട്ട് പ്രതിപക്ഷത്തിന് വീണ് കിട്ടിയ വജ്രായുധമാണ്. തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴൊക്കെ കേന്ദ്ര ഏജൻസികൾ സംസ്ഥാനത്തിന് മീതെ വട്ടമിട്ട് പറക്കുന്നുവെന്ന ലൈനാണ് CPIMന്. മാസപ്പടി വിവാദം വീണ്ടും കേരള രാഷ്ട്രീയത്തിൽ കത്തിപ്പടരുന്നു. CMRLുമായി ബന്ധപ്പെട്ട ഇടപാടുകളിൽ ആദായ നികുതി വകുപ്പ് എക്സാലോജിക്കിന്റെ ഭാഗം കേട്ടില്ലെന്ന CPIMന്റെ വാദങ്ങൾക്ക് തിരിച്ചടിയാണ് ROC റിപ്പോർട്ട്. ഇടപാടിൽ ദുരൂഹതയുണ്ടെന്നും രേഖകളിൽ കൃത്രിമത്വം കാണിച്ചുവെന്നും വിശദമായ അന്വേഷണം വേണമെന്നുമായിരുന്നു ROC റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത്. രേഖകൾ ഹാജരാക്കിയിട്ടില്ലെന്ന റിപ്പോർട്ടിലെ പരാമർശമാണ് പ്രതിപക്ഷം ആയുധമാക്കുന്നത്. പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ടിൻ്റെ പ്രൊവിഷനിൽ വന്നാൽ അത് അന്വേഷിക്കേണ്ടത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റാണ്. പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിൻ്റെ പരിധിയിൽ വന്നാൽ അത് അന്വേഷിക്കേണ്ടത് CBI ആണ്. അപ്പോൾ CBIയും EDയും അന്വേഷിക്കേണ്ട കേസാണ് ഇത് എന്ന് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് എന്ന് പറയുന്ന സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റി സർക്കാരിന് റിപ്പോർട്ട് കൊടുത്തു. എക്സാലോജിക്കിനെതിരായ അന്വേഷണത്തിൽ വിട്ടുവീഴ്ചയില്ലെന്ന് കേരള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കറും നിലപാടെടുത്തു. കുറ്റം ചെയ്തവർക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്നും പ്രകാശ് ജാവ്ദേക്കർ. We are taking against those who break the law and those who are culprits. So they are accused. Investigation will be done. Fair investigation will happen. And everybody who is guilty will be punished. റിപ്പോർട്ടിനെ തള്ളിപ്പറഞ്ഞും കേന്ദ്ര ഏജൻസികളുടെ നീക്കങ്ങളെ വിമർശിച്ചും CPIM നേതാക്കൾ ഇന്നും രംഗത്തെത്തി. ആദ്യം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര ഏജൻസികൾ കൃത്യമായൊരു അന്വേഷണം നടത്തട്ടെ. ഏത് അന്വേഷണമായാലും ഞങ്ങൾക്ക് ഇവിടെ യാതൊരു പ്രശ്നവുമില്ല. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് EDയും CBIയും അന്വേഷണത്തിന് വരുന്നതെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ദേശാഭിമാനിയിലെ ലേഖനത്തിൽ വ്യക്തമാക്കി. രാഷ്ട്രീയ പ്രേരിതമായ അന്വേഷണങ്ങളെ CPIM ഭയക്കുന്നില്ലെന്നും MV ഗോവിന്ദൻ നിലപാടെടുത്തു. ഇടപാട് രേഖകൾ, മരവിക്കൽ അപേക്ഷയിലെ കൃത്രിമത്വം, തെറ്റായ സാക്ഷ്യപത്രം, ഇതൊക്കെയാണ് വീണ വിജയന്റെയും എക്സാലോജിക്കിന്റെയും തലവേദന. ഈ പ്രതിരോധം കൊണ്ട് മാത്രം CPIMന് കുരുക്കിൽ നിന്ന് ഊരാൻ കഴിയുമോ എന്നതാണ് ചോദ്യം. ROCയിൽ തുടങ്ങി EDയിലേക്ക് എത്തി നിൽക്കുന്ന ഈ പൊളിറ്റിക്കൽ ത്രില്ലർ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പ് വരെ നീളുമോ എന്നത് രാഷ്ട്രീയ ആകാംക്ഷ. ഷഫീദ് റൌത്തർ, 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ കമ്പനിക്കെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും CBIയും അന്വേഷണത്തിന് വരുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണോ? ഇതൊരു രാഷ്ട്രീയ വേട്ടയാണോ? 24 ഉന്നയിച്ച ചോദ്യത്തോട് ഇന്ന് പൊതുജനങ്ങൾ പ്രതികരിച്ചത് ഇങ്ങനെയാണ്. കാണാം. അത് ശരിക്കും നടത്തേണ്ടത് EDയോ CBIയോ. അത് നടത്താതെ മറ്റേ ബോർഡിനെ കൊണ്ട് അന്വേഷിച്ചതിനെ കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. അത് BJP CPIയുമായിട്ട് വോട്ട് കച്ചവടം നടത്താൻ മാത്രമാണ്. ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നോടിയായി കേരള സർക്കാരിന് എങ്ങനെ ഉയർത്തിക്കാട്ടാൻ കഴിയും എന്നുള്ളൊരു തീരുമാനപ്രകാരമാണ് ED CBI അന്വേഷണങ്ങൾ. എത്ര CBI അന്വേഷണങ്ങൾ വന്ന് ഈ ഗവൺമെൻറ്റിനെതിരായിട്ട്, പക്ഷെ ഒന്നും ഒരു ചുക്കും നടക്കുന്നില്ല. 3-4 മാസം വരെ നല്ല അന്വേഷണം ഉണ്ടാകും. കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല. ഇപ്പോൾ സ്വർണ്ണക്കള്ളക്കടത്ത് എന്താ അന്വേഷിച്ച് ഒന്നും കിട്ടിയാലോ? അത് ഇലക്ഷൻ കഴിഞ്ഞൊന്നും ഉണ്ടാവില്ല. അതന്നെ വേറൊന്നുമില്ല. അതിപ്പോൾ എന്തൊക്കെ വരാൻ ബാക്കിയുണ്ട്? ഇത് മാത്രമാണ്. അത് ചെയ്യുകയാണെങ്കിൽ തെരഞ്ഞെടുപ്പിന് മുന്നേ ചെയ്തിട്ട് ഓളെ ജയിലിലാക്കേണ്ടിയിരുന്നു. അത് ഇതുവരെ വെച്ച് കുത്തിയിട്ട് നീട്ടിയിട്ട് പോണ്. സ്വപ്നനെ ഇപ്പോൾ കൊണ്ട് പോറ്റണ ആരാണ്? BJPൻ്റെ അസ്ഥാനത്താണ് സ്വപ്നനെയും സ്വപ്നൻ്റെ ഭർത്താവിനെയും കുട്ടീനെയും കൊണ്ടേ പോറ്റണത്. ഈ ആരോപണങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയമാണ്. ഇതിലൊരു കഴിമ്പില്ല. മുഖ്യമന്ത്രിക്കെതിരെ ലാവ്ലിൻ കേസ് കൊണ്ടെന്ന് 10-25 വർഷം മുഖ്യമന്ത്രിക്കെതിരായിട്ട് ഇവർ പോരാടി. എന്തായി? അതിനകത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ അന്വേഷിച്ച് പിടിക്കേണ്ടതാണത്. തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിടിക്കപ്പെടുക തന്നെയാണ്. അതൊന്ന് വെറുതെ ഇവിടെ കിടന്നുകൊണ്ട് വെറുതെ ഉണ്ടാക്കുന്നത് അല്ല, വേറെ ഒന്നുമല്ല. കേന്ദ്രത്തിലുള്ളവർക്ക് അവിടെ ഇരുന്നുകൊണ്ട് ഇവിടെയുള്ളവരെ എങ്ങനെയും കുഴിച്ചു മൂടാനാണ് നോക്കുന്നത്. അതിനെ പറ്റിയേ ഉള്ളൂ, അല്ല വേറെ ഒന്നും. എൻ്റെ മുൻകൂട്ടിയുള്ളൊരു പ്രാരംഭ പരിപാടികളല്ലേ, അങ്ങനെ എങ്ങനെയെങ്കിലും ഈ കരിവാർത്തി അയക്കണമല്ലോ, അത് തന്നെ ഐഡിയ. ഇപ്പം ഇലക്ഷൻ ശരിക്കും ഇതൊക്കെ നേരത്തെ അന്വേഷിച്ച് കഴിഞ്ഞ ഒരു കേസാണ്. ഇപ്പോഴിത് പൊക്കിക്കൊണ്ടുവരണതിൻ്റെ ദുരുദ്ദേശം എന്താണെന്ന് സാധാരണക്കാരായ ജനങ്ങൾക്ക് മനസ്സിലാക്കാമെന്നുള്ളതേ ഉള്ളൂ. ഇതെന്തായാലും ശരിക്കും രാഷ്ട്രീയ സ്റ്റണ്ട് തന്നെയാണ്.